ഹായ് ഹലോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മളുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, മാം ടോപ്പിക് വൈസ് PYQ ചെയ്യാമോ എന്ന് ചോദിച്ചു. എന്താ ചെയ്തിരിക്കണം. ആൻഡ് ഇന്ന് നമ്മൾ അതുപോലെ ഒരു ടോപ്പിക് വൈസ് PYQ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ഇസ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം. നമ്മളുടെ ഹ്യൂമൻ ഫിസിയോളജിയിലെ ഒരു ടോപ്പിക്കാണ്. ഞങ്ങളുടെ സിലബസ് പ്രകാരം ഒരു വലിയ ടോപ്പിക്കാണ്. നമ്മൾ ഫിസിയോളജി തൊട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. നമ്മൾ ആകെ റീപ്രൊഡക്ഷൻ കുറച്ചൊന്ന് പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിസിയോളജിയിൽ തന്നെ വരുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. നിങ്ങളുടെ സിലബസ് പ്രകാരം ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ടോപ്പിക്ക് കൊടുത്തേക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് ഹാർട്ട് ബീറ്റ്, കണ്ടക്ടിങ് സിസ്റ്റം ആൻഡ് പേസ് മേക്കേഴ്സ്, കോമൺ കാർഡിയോവാസ്കുലർ ഡിസീസസ്, കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഗ്രൂപ്പ്സ്, physiology of blood clotting, control of cardiac activity, lymph and lymphatic system. ഇത്രയും ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് PYQs അല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചേക്കുന്നതല്ല കേട്ടോ. ഞാൻ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലാതെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പോൾ PYQs നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ ഷോർട്സിലും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് PYQs വേണ്ടാന്ന് എനിക്ക് തോന്നി. അങ്ങനെ PYQs മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസിനും കൂടി പരിചയപ്പെടേണ്ടത്. അപ്പോൾ ഇന്നിപ്പം ഇവിടെയുള്ളത് ഒരു 20 ന്യൂ ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കും. ഇതിനകത്ത് എത്ര എണ്ണം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ലെവലിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യുക. എത്ര എണ്ണം കിട്ടി എന്നൊക്കെ ഉള്ളത് ചാറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ഞാൻ കമൻറ്റ് സെക്ഷൻ എപ്പോഴും നോക്കാറുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ. മീൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളൊരു റെസ്പോൺസ് അറിയുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ലൈക്ക് ഒരു എന്നെ സംബന്ധിച്ച് അതിൻ്റെ ഒരു റെസിപ്രൊക്കേഷൻ കമൻറ്റ് ബോക്സ് അല്ലേ. കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. എഴുതി വെക്കുക, അല്ലെങ്കിൽ സേവ് ചെയ്തൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ സെറ്റിന് വേണ്ടിയിട്ട് മാത്രം അല്ല ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ സെറ്റിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തന്നെ ഒരു റീസൺ ഉണ്ട്. ബിക്കോസ് അടുത്ത ഉടനെ തന്നെ HST വിളിക്കും. HSA ഓൾറെഡി PSC വിളിച്ചിട്ടുണ്ട്. HST വിളിക്കും, ഐദർ ഈ ഇയർ എൻഡിലോ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ട് വിളിക്കും. അപ്പോൾ ലയനൊക്കെ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ HST നമ്മൾക്കത് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ സെറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. സെറ്റുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. സെറ്റ് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. ഇപ്പം നമ്മൾ MEd ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ 1 ഇയർ MEd ആക്കിയിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്ത് വരുമ്പോഴത്തേക്കും HSSTയുടെ ആപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം എപ്പോഴും സെറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതും നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ലാത്തൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ നമ്മൾ എഫേർട്ട് ഇടണ്ടേ. അപ്പം അതുകൊണ്ടിട്ട് ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അങ്ങനെ അപ്പം നമുക്ക് ഇനി വാചകടിക്കുന്നില്ല കേട്ടോ. HSST നേടണം എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ക്രാക്ക് ചെയ്യുന്നു. HSST ആണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. ഓക്കെ അല്ലേ. അപ്പം നമ്മൾക്ക് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് ഡാഷ് ഡിസ്കവേർഡ് ബ്ലഡ് ഗ്രൂപ്പിംഗ്. ആരാണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഡിസ്കവർ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അലക്സാണ്ടർ ഫ്ലെമിംഗ്, വില്യം ഹാർവി, ലാൻസ് സ്റ്റീനർ, നൺ ഓഫ് ദിസ്. ഇതിൽ 1-2 ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് മോശമാണ് കേട്ടോ. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് എന്തായാലും അറിയില്ലടാ. ആൻറ്റിബയോട്ടിക് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ്, അതറിയാമല്ലോ. ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ഒരു സെറൻഡിപ്പിറ്റി ആയിരുന്നു. ഫസ്റ്റ് ആൻറ്റിബയോട്ടിക്കിൻ്റെ പേരെന്താ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ഡിസ്കവർ ചെയ്തത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആയിരുന്നു. നൺ ഓഫ് ദീസ് അല്ല എന്തായാലും, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി ബാക്കിയുള്ള 2 ഓപ്ഷൻസ് ആണ് വില്യം ഹാർവിയും ലാൻസ് സ്റ്റീനറും. അതിൽ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് ലാൻസ് സ്റ്റീനർ ആണ്. വില്യം ഹാർവിയും ഈ സർക്കുലേറ്ററി സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അതെന്താ ഡിസ്കവർ ചെയ്തത് എന്നുള്ളത് നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ. അപ്പോൾ എനിവേ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഡിസ്കവർ ചെയ്തത് ദാറ്റ് ഇസ് ലാൻസ് സ്റ്റീനർ, ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ലൈക്ക് ഹൗ മെനി ഡബിൾ സർക്കുലേഷൻസ് ആർ കംപ്ലീറ്റഡ് ബൈ ഹ്യൂമൻ ഹാർട്ട് ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര ഡബിൾ സർക്കുലേഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. ആൻഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ഈ പറഞ്ഞ രീതിയിൽ ഡബിൾ സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 0.8 സെക്കൻഡ് ഒക്കെയാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ 0.8 സെക്കൻഡ് ഒക്കെ എടുത്ത് ഒരു കാർഡിയാക് സൈക്കിളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അറിവുണ്ടെങ്കിൽ നമ്മൾക്കറിയാം ഓരോ കാർഡിയാക് സൈക്കിൾ കഴിയുമ്പം ഓരോ ഹാർട്ട് ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആൻഡ് ദാറ്റ് ഇസ് ലൈക്ക് സിംപ്ലി ഡിനോട്ടിങ് ദാറ്റ്
ഡബിൾ സർക്കുലേഷൻസ് എത്ര എണ്ണം സംഭവിച്ചു എന്നുള്ളതാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കിട്ടും. ഓപ്ഷൻസ് ഞാൻ വായിക്കാം: 8, 16, 36 ആൻഡ് 72. ഓർക്കുക, ദ ആൻസർ ഈസ് ഒബ്വിയസ്ലി 72. അതിപ്പോൾ പൾസ് ചോദിച്ചാലും ഹാർട്ട് ബീറ്റ് ചോദിച്ചാലും ഡബിൾ സർക്കുലേഷൻസ് ചോദിച്ചാലും ഒക്കെ നിങ്ങൾ എഴുതേണ്ടത് കാർഡിയാക് സൈക്കിളിന്റെ എണ്ണം ഇതൊക്കെ ഒരു മിനിറ്റിലെ കാര്യമായിട്ട് ഞാൻ പറയണേ. പൾസിന് മിനിറ്റ്, ഹാർട്ട് ബീറ്റിന് മിനിറ്റ്, കാർഡിയാക് സൈക്കിളിന് മിനിറ്റ്, ഡബിൾ സർക്കുലേഷൻസിന് മിനിറ്റ്, ഇതിനെല്ലാത്തിൻ്റെ എണ്ണം ഏകദേശം ഒരു നോർമൽ വാല്യൂ എന്നുള്ള രീതിയിൽ എത്രയാണ്? 72 ആണ് എന്നുള്ളത് അറിഞ്ഞു വെച്ചിരിക്കുക. ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിനും 72 ആണ് പെർ മിനിറ്റിൽ വരുന്ന ആൻസർ. അതൊരു നോർമൽ മനുഷ്യൻ്റെ ആണ്. ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും, പക്ഷെ ആവറേജ് എന്നുള്ള രീതിയിൽ നമ്മൾ 72 ആണ് എപ്പോഴും എടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഇസ് ലൈക്ക് ഹ്യൂമൻ ഹാർട്ട് ഇസ് ഡെറൈവ്ഡ് ഫ്രം വിച്ച് ലെയർ? എക്ടോഡം, എൻഡോഡം, മീസോഡം, ബോത്ത് എ ആൻഡ് ബി. ഈസിയാണ്. ഈസിയാണെന്ന് പറഞ്ഞാൽ വളരെ 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 ഈസിയാണ്. ജേം ലെയേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഏത് ലെയറിൽ നിന്ന് ഏത് ഓർഗൻ ഉണ്ടായി എന്നൊക്കെ ഉള്ളത് പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മളെല്ലാവരും ട്രിപ്ലോപ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗനിസംസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ലൈക്ക് എക്ടോഡം, എൻഡോഡം, മീസോഡം ഇവർ മൂന്നും നമുക്കുണ്ട്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഹ്യൂമൻ ഹാർട്ട് ഡെറൈവ് ചെയ്തിട്ടുള്ളത് മീസോഡം എന്നാണ്. ആൻഡ് ഹ്യൂമൻ ഹാർട്ട് ഈസ് ഡാഷ് ഇൻ നേച്ചർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്താ എഴുതുക? ഓപ്ഷൻസ് ഇതിനകത്ത് ന്യൂറോജനിക്, മയോജനിക്, അങ്ങനെ 2-3 ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിരിക്കും? ന്യൂറോജനിക്കും മയോജനിക്കും ഉണ്ട്. നിങ്ങൾ ഇതിൽ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യും? എന്താണ് ഹാർട്ടിന്റെ നേച്ചർ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി മയോജനിക് ആണ്. ആക്ച്വലി അതൊരു മസിൽ ടിഷ്യൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മയോജനിക് എന്നുള്ളൊരു ആൻസർ വരാം കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണം. ഞാനിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഓർത്തപ്പോൾ ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടില്ല, പക്ഷെ ഓർത്തപ്പോൾ ഞാൻ മിസ് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ലേ. അപ്പോൾ ഹ്യൂമൻ ഹാർട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ളത് മീസോഡോം എന്നും അതൊരു മസ്കുലർ ടിഷ്യൂ ആയതുകൊണ്ട് മയോജനിക് ഇൻ നേച്ചർ ആണ് എന്നുള്ളതും അറിയാം. ഓക്കെ, നെക്സ്റ്റ് വൺ. The blood of a person is measured as blood pressure of a person ആണ് കേട്ടോ. Blood pressure of a person is measured as 130/75 mmHg. His pulse pressure is dash. Very important question. കേട്ടോ, നമ്മൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 45 mmHg, 40 mmHg, 205 mmHg, 55 mmHg. പ്രഷർ എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ അറിയാലോ. സിസ്റ്റോളിക്, ഡയസ്റ്റോളിക് ആയിട്ടുള്ള പ്രഷർ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് 130/75 എന്നുള്ളത് എഴുതിയേക്കുന്നത്. യൂഷ്വൽ നോർമൽ പ്രഷർ എത്രയാണ്? 120/80 mmHg ആണ് നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ബ്ലഡ് പ്രഷർ. ഇപ്പം അതിൽ ചെറിയൊരു വേരിയേഷനുള്ള ഒരു പ്രഷറാണ് കാണിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റോളിക് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ ഉണ്ട്, ഡയസ്റ്റോളിക് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ ഉണ്ട്. അതാണ് നമ്മൾ ഈ നമ്പേഴ്സ് വെച്ചിട്ട് മെൻഷൻ ചെയ്തേക്കുന്നത്. ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? വി വിൽ ബി ഗെറ്റിംഗ് പൾസ് പ്രഷർ. ഓർക്കുക, അതാണ് അതിൻ്റെ ഇക്വേഷൻ. തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിസ്റ്റോളിക് മൈനസ് ഡയസ്റ്റോളിക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പൾസ് പ്രഷർ കിട്ടും. മൈനസ് ചെയ്യുന്നതാണ് അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ 130 75 മൈനസ് ചെയ്താൽ ബാക്കി എത്രയുണ്ട്? 55 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൻസർ വിൽ ബി 55 mmHg. പൾസ് പ്രഷർ ഇസ് 55 mmHg. എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? യെസ്, ഓർക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ യൂണിവേഴ്സൽ ഡോണർ ഹാസ് ഡാഷ് ബ്ലഡ് ഗ്രൂപ്പ്. ഒരു യൂണിവേഴ്സൽ ഡോണറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ബി, എ ബി, ഒ ആൻഡ് എ. ഏതാണ് യൂണിവേഴ്സൽ ഡോണർ ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത്? യൂണിവേഴ്സൽ ഡോണർ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് യൂണിവേഴ്സൽ നമ്മളുടെ റെസിപ്പിയൻറ്റും കൂടെ പറയണം കേട്ടോ. യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റും കൂടെ പറയണം. യൂണിവേഴ്സൽ ഡോണർ ഒബ്വിയസ്ലി ഗ്രൂപ്പ് എ ആണ് അല്ലേ. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾക്കറിയാം അവർക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അല്ലേ. ദാറ്റ് ഈസ് ഗ്രൂപ്പ് എ. ആൻഡ് ഈ പറഞ്ഞ പോലെ അവർ എന്തുകൊണ്ടാണ് ഡോണർ ആവുന്നത്? അവർക്ക് ആർക്ക് വേണമെങ്കിലും ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് അവർക്ക് എന്തില്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ പോലെ ഡൊണേറ്റ് ചെയ്യുന്നതിനകത്തുള്ള പ്രശ്നങ്ങളില്ല. ആൻറ്റിജൻ ആൻറ്റിബോഡി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടല്ലേ നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഒ എന്തായിട്ട് മാറുന്നത്? ഒരു യൂണിവേഴ്സൽ ഡോണർ ആയിട്ട് മാറുന്നത്. എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലഡ് കൊടുക്കുമ്പോഴത്തേക്കൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം വിച്ച് വൺ ഈസ് ദ യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്? ആരാണ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആയിട്ട് വരുന്നത്? ആരാണ്? ഓർമ്മയുണ്ടോ?
AB ഗ്രൂപ്പാണ്. ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്നവരാണ് AB ഗ്രൂപ്പായിട്ടുള്ളവർ കേട്ടോ. അതിൽ Aയും Bയും ഒക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് AB ഗ്രൂപ്പുകാർക്ക് ഈ പറഞ്ഞ പോലെ ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും റിസീവ് ചെയ്യാൻ പറ്റുന്നത്. സോ ദേ ആർ ദ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആൻഡ് O ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡോണർ എന്നുള്ളത് ഓർക്കുക. ഡോണർ ആകുന്നതിന് കാരണം ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടിട്ടാണ് കേട്ടോ. ദെൻ ഹെമാറ്റോപോയസിസ് ടേക്സ് പ്ലേസ് ഇൻ ഡാഷ്. ഹെമാറ്റോപോയസിസ് എവിടെ നടക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഹെമാറ്റോ എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. ഹെയ്മറ്റോ എന്നുള്ള വാക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു വാക്കായിട്ട് റിലേറ്റഡ് ആണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഓർമ്മയുണ്ടോ അത് എന്താണെന്നുള്ളത്? എനിവേ 4 ഓപ്ഷൻസ് മിസ് വായിക്കാം. ലങ്സ്, തൈമസ്, ബോൺ മാരോ ആൻഡ് ലിവർ. അപ്പം എനിവേ ഹെമാറ്റോ എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബ്ലഡ് സെൽസ് എന്നുള്ളൊരു ഓർമ്മ വരണം അല്ലേ? ബ്ലഡ് സെൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ബ്ലഡ് സെൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഹെമാറ്റോപോയസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഹെമാറ്റോപോയസിസ് നടക്കുന്നത് നമ്മളുടെ ബോൺ മാരോക്കകത്താണ്. സോ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ബോൺ മാരോ കേട്ടോ. മറന്നു പോകാൻ പാടില്ല കേട്ടോ. ഹെമാറ്റോ എന്നുള്ള വാക്ക് ഓൾവേസ് ബ്ലഡ് സെൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത്. നെക്സ്റ്റ് വൺ, നോർമൽ ഹ്യൂമൻ ബ്ലഡ് ഇസ് ഡാഷ്. ന്യൂട്രൽ, സ്ലൈറ്റ്ലി അസിഡിക്, സ്ലൈറ്റ്ലി ആൽക്കലൈൻ, വേരിയബിൾ ഇൻ ആസിഡ് ഓർ ബേസ്. മനുഷ്യന്റെ ബ്ലഡ് ന്യൂട്രൽ ആണോ അതോ സ്ലൈറ്റ്ലി അസിഡിക് ആണോ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണോ? ന്യൂട്രൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്യുവർ വാട്ടർ ഒക്കെയാണ് ന്യൂട്രൽ റേഞ്ചിലോട്ടൊക്കെ വരുന്നത് അല്ലേ? നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു ആൽക്കലൈൻ നേച്ചർ ഉള്ളതാണ്. എന്താണ് ഹ്യൂമൻ ബ്ലഡിന്റെ pH എന്ന് അറിയോ? ഹ്യൂമൻ ബ്ലഡിന്റെ pH വാല്യൂ എത്രയാണെന്ന് അറിയോ? ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 7.4 വരെയൊക്കെയാണ് അല്ലേ? 7 ആണ് ന്യൂട്രൽ അല്ലേ? 7.4 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലൈറ്റ്ലി അസിഡിക് ആണ്, സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. കിട്ടിയോ? സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ് നമ്മളുടെ ബ്ലഡ്, ഹ്യൂമൻസിന്റെ ബ്ലഡ് എന്നുള്ളത് ഓർക്കുക. ഇനി നെക്സ്റ്റ് വൺ ഈസ് ലൈക്ക് നമ്മുടെ ഹ്യൂമൻസിന്റെ pH കേട്ടോ, ഹ്യൂമൻ ബ്ലഡിന്റെ pH. ഇവിടെ കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് ഒരു അല്പം ട്വിസ്റ്റിംഗ് ആണ്. 7 to 7.8, 6 to 6.8, 6 to 7 ആൻഡ് 7 to 8.6. അപ്പം നിങ്ങൾക്ക് എന്തായാലും ബിയും സിയും ഓപ്ഷൻസ് കളയാം. കാരണം അതല്ല 7 താഴെ പോവില്ല. ബിയും സിയും ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി 2 ഓപ്ഷൻസ് ആണ് ബാക്കിയുള്ളത്, എയും ഡിയും. അപ്പം അതിനകത്തുള്ളത് എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം 7 to 7.8 തന്നിട്ടുണ്ട്, 7 to 8.6 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ യൂഷ്വലി നമ്മളുടെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാലില്ലേ 7.35 to 7.45 വരെയുള്ള ഒരു റേഞ്ചിലാണ് കിടക്കുക. അല്ലാതെ 8ന് മുകളിലോട്ടൊന്നും പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓപ്ഷനിൽ 8ന് മുകളിലുള്ള വാല്യൂ തന്നേക്കുന്നത് കൊണ്ട് ഡി എന്നുള്ള ഓപ്ഷനും നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബിയും സിയും ഡിയും പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് എ. അപ്പോൾ എ എന്നുള്ള ഓപ്ഷൻ 7 to 7.8 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ 7.4 ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സാക്ട് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിലാണ് കേട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഈ റേഞ്ചിൽ തന്നേക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഏകദേശം റേഞ്ച് വെച്ചിട്ട് എടുത്തു എന്നുള്ളതേ ഉള്ളേ. ഇനി നെക്സ്റ്റ് വൺ ഇസ് ലൈക്ക് ഡാഷ് ഇസ് ദ ലാർജസ്റ്റ് ആർട്ടറി ഇൻ ദ ഹ്യൂമൻ ബോഡി. ഏറ്റവും ലാർജസ്റ്റ് ആർട്ടറി ഏതാ? വിനക്കാവ, റീനൽ ആർട്ടറി, പൾമണറി ആർട്ടറി, അയോർട്ട. റീനലും പൾമണറിയും അല്ല, ദാറ്റ്സ് ലൈക്ക് ബ്ലണ്ടർ ആണ് അല്ലേ? റീനലും പൾമണറിയും അല്ല, കാരണം അതൊക്കെ കിഡ്നിയും ലങ്സും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. വീനക്കാവ ഒരു ആർട്ടറി ആണോ? അല്ല, വീനക്കാവ ഈസ് എ വെയിൻ അല്ലേ? അപ്പോൾ എലിമിനേറ്റ് ചെയ്താൽ പോരെ? അപ്പോൾ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റീനലും പൾമണറിയും ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്തു. വീനക്കാവ വെയിൻ ആണെന്നുള്ള ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ അവനെ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ബാക്കി ആരുണ്ട്? ദാറ്റ് ഈസ് അയോർട്ട. സോ ഒബ്വിയസ്ലി ലാസ്റ്റ് ഓപ്ഷൻ ഡി ആയിട്ടുള്ള അയോർട്ട ആയിരിക്കും ലാസ്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി then comes the next question. It is like average weight of human adult heart is about dash. ഒരു ഹ്യൂമൻ അഡൾട്ടിന്റെ ഹാർട്ടിന്റെ ആവറേജ് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. 240 grams, 300 grams, 255 grams and 390 grams. ഭയങ്കര ഹാർട്ട് വെയിറ്റ് ഒന്നും നമുക്കില്ല, കുഞ്ഞ് ഓർഗൻ അല്ലേ, അപ്പം അതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ഇല്ല. ഏകദേശം ഒരു 300 grams വരെയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, മറന്നു പോകാൻ പാടില്ല. വെയിറ്റ് ഓഫ് ഹ്യൂമൻ ഹാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഏകദേശം പറയാം ഒരു 300 ഗ്രാമിലുള്ള ഒരു റേഞ്ചിൽ. പിടികിട്ടിയോ? അതിൽ ഈ പറഞ്ഞ പോലെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 236 grams മുതൽ ഒരു 412 gram വരെയൊക്കെ പോകും. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് കണക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ 300 അങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ. യെസ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ്. ഓപ്സ്, ഞാൻ അതിന് അനിമേഷൻ ഇടാൻ മറന്നുപോയി. എനിവേ കണ്ടോളുക. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ഡസ് ആൻ അഡൾട്ട് ഹ്യൂമൻ ഹാവ്. എത്ര ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ആണുള്ളത് എന്ന് ചോദിച്ചാൽ ഒരുപാട് ലിറ്റർ കണക്കിന് ബ്ലഡ് ഇല്ല,
5 ലിറ്റർ ബ്ലഡാണ് മനുഷ്യന്റെ ശരീരത്തിൽ അഡൽട്ട് ഹ്യൂമനിലുള്ളത് കേട്ടോ. ഇപ്പം വെജിറ്റേറിയൻ ലൈക്ക് ഹാബിറ്റ് ഉള്ളവരിലൊക്കെയാണ്, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അല്പം കൂടെ കൂടുതൽ കാണാൻ പറ്റും. 5 ലിറ്ററിൽ തന്നെ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമല്ലോ. ആൻഡ് ഒട്ടും ഈ ഇലക്കറികളൊന്നും കഴിക്കാത്തവർ എന്നെ പോലുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ഒട്ടും ബ്ലഡ് കാണത്തില്ല. അങ്ങനെ അപ്പോൾ അവർ 5 ലിറ്റർ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അപ്പം 5 ലിറ്റർ ബ്ലഡ് ആണ് ഒരു ഹ്യൂമൻ അഡൽട്ടിന്റെ ബോഡിയിൽ യൂഷ്വലി കാണുന്നുണ്ടായിരിക്കുക. ഓർക്കാടാ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് ഹ്യൂമൻ ഹാർട്ട്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് 3 ഉണ്ട്, ABC. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഹ്യൂമൻ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളത്? ഫസ്റ്റ് എന്താ? മയോജനിക് ആണ്. അതെന്തായാലും നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞത്. സോ ദാറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. 4 ചേമ്പേഴ്സ് ഉണ്ട്. ഹ്യൂമൻ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് അല്ലേ? അതെ. പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തിക്ക് വാൾസ് ആണ്. ദാറ്റ് മീൻസ് സെപ്റ്റമൊക്കെ ഭയങ്കര തിക്കാണ്. കാരണം ബ്ലഡ് പമ്പ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ പ്രഷർ അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തിക്ക് വാൾസ് വെൻട്രിക്കിൾസിനെ കൊടുത്തേക്കുന്നത്. ഒരു വലിയ ചേംബറും ആണ്, തിക്ക് വാൾസും ഉണ്ട്. അപ്പൊ 3ഉം ശരിയാണോ? ഏകദേശം ഞാൻ ഉത്തരമൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ ഓപ്ഷൻസ് റീഡ് ചെയ്യാം. ഓൺലി A is correct, both A and B are correct, both B and C are correct, and fourth option is all of the above. ഏതാണ് കറക്റ്റ് ആൻസർ മക്കളെ? ലാസ്റ്റ് ഓപ്ഷൻ, ഓൾ ഓഫ് ദ അബവ്. മയോജനിക് ആണ്, 4 ചേമ്പേഴ്സ് ഉണ്ട്, വെൻട്രിക്കിൾസിന് തിക്ക് വാളും ഉണ്ട്. പിടികിട്ടിയോ? ഓർക്കണം കേട്ടോ. ആൻഡ് ഇത് മാത്രമല്ല, നിങ്ങളോട് ചോദിക്കും ലൈക്ക് വിച്ച് വൺ ഈസ് ഹാവിങ് ദ ലാർജർ സൈസ്, വെൻട്രിക്കിൾസ് ആണോ ഏട്രിയം ആണോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സെപ്റ്റം എവിടെയാ തിക്കായിട്ട് കാണുക, വെൻട്രിക്കിൾസിലാണോ ഏട്രിയത്തിലാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം 4 ചേമ്പേഴ്സ് ഉണ്ട്. ഫിഷസിന് എത്ര ചേമ്പേഴ്സ് ഉണ്ടെന്ന് അറിയോ? ഫിഷസിന് 2 ചേമ്പറാണ് അവരുടെ ഹാർട്ടിലുള്ളത്, ഒരു ഏട്രിയം ഒരു വെൻട്രിക്കിൾ. ഇനി റെപ്റ്റൈൽസിലോട്ടും ആംഫീബിയൻസിലോട്ട് വരുമ്പോഴത്തേക്കും അവർ 3 ചേമ്പേർഡ് ഹാർട്ടുള്ളവരാണ്. 2 ഏട്രിയമും ഒരു വെൻട്രിക്കിളും അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ ക്രോക്കോഡൈൽ, റെപ്റ്റൈൽസിൽ പെടുന്നവനല്ലേ ക്രോക്കോഡൈൽ. ക്രോക്കോഡൈലിന് മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. കാരണം ക്രോക്കോഡൈലില് എത്ര ചേമ്പേഴ്സ് ഉണ്ട്? 4 ചേമ്പേഴ്സ് ഉണ്ട്, നമ്മുടെ പോലെ തന്നെ. ഓർക്കാട്ടോ, ഞാൻ ഈ പറഞ്ഞ ആളുകളുടെ ചേമ്പേഴ്സിന്റെ എണ്ണമൊക്കെ ഓർക്കാട്ടോ. വിച്ച് ഇസ് നോട്ട് എ ബ്ലഡ് സെൽ മെയ്ഡ് ബൈ ബോൺ മാരോ? ബോൺ മാരോ പ്രൊഡ്യൂസ് ചെയ്യാത്ത ബ്ലഡ് സെല്ല് ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. എടാ ഇത് വളരെ ഈസിയാ, നിങ്ങളൊന്ന് നോക്കിക്കേ. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, RBC തന്നിട്ടുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് തന്നിട്ടുണ്ട്, ആൻഡ് WBC തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. RBC, പ്ലേറ്റ്ലെറ്റ്സ്, WBC ഇത് ബ്ലഡിലെ അല്ലേ. ഓസ്റ്റിയോ എന്നുള്ള വാക്ക് എന്തായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളതാണ്? ദാറ്റ് ഇസ് ബോൺ റിലേറ്റഡ് ആണ്, ബ്ലഡ് റിലേറ്റഡ് അല്ല കേട്ടോ. ബോൺ ബിൽഡ് ചെയ്യുന്ന സെൽസ് ആണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് വീണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ RBCയും പ്ലേറ്റ്ലെറ്റ്സും WBCയും സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻസർ വിൽ ബി ഓസ്റ്റിയോബ്ലാസ്റ്റ്. സിമ്പിൾ അല്ലേ? യെസ്. എലിമിനേഷൻ മെത്തേഡാണ് ഇവിടുത്തെ മെയിൻ ആള് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് ദി ഡാഷ് ഇസ് ദ ലാർജ് ബീൻ ഷേപ്ഡ് ലിംഫോയിഡ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി. പയറിന്റെ ഷേപ്പിലുള്ള ലിംഫോയിഡ് ഓർഗൻ ഏതാണ് എന്നുള്ളതാണ്. തൈമസ്, സ്പ്ലീൻ, ലിംഫ് നോഡ്, ടോൺസിൽ. ടോൺസിൽ എന്തായാലും ഇല്ല. പിന്നെ ആര്? തൈമസ് ആണോ? തൈമസ് ഇവിടെ ഒരു ബീൻ ഷേപ്പിലാണോ ഇരിക്കുന്നത്? നമ്മൾ തൈമസ് ഗ്ലാൻഡ് ഒക്കെ കണ്ടിട്ടുള്ളവരാണ്. തൈമസ് ഒരിക്കലും ബീൻ ഷേപ്ഡ് ആയിട്ടുള്ളതൊന്നുമല്ല. ഇനി ലിംഫ് നോഡ് ആണോ സ്പ്ലീൻ ആണോ എന്നുള്ളത് മാത്രം മതി. ആരാണ്? ലിംഫ് നോഡും അല്ല. ലിംഫ് നോഡ് ഏകദേശം ഒരു ഓവൽ ആകൃതിയിലൊക്കെ ആയിരിക്കേണ്ടായിരിക്കുക. ആൻഡ് ആൻസർ വിൽ ബി ലൈക്ക് സ്പ്ലീൻ. നമ്മളുടെ കിഡ്നിയുടെ ഷേപ്പിലാണ് ഏകദേശം സ്പ്ലീൻ ഒരിക്കൽ. ബീൻ ഷേപ്പിലുള്ള ഒരു ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്പ്ലീൻ എന്നുള്ളത് ഓർക്കുക കേട്ടോ. യെസ്. ഇനി നെക്സ്റ്റ് വൺ ഇസ് swollen bluish veins that result from the valves that do not close properly are called as dash. Systemic veins, varicose veins, deep veins and superficial veins. Systemic veins എന്താണെന്നറിയോ? ബോഡിയിൽ മൊത്തം കാണുന്ന വെയിൻസ് ആണ് സിസ്റ്റമിക് വെയിൻസ്. ഡീപ്പ് വെയിൻസ് എന്താണെന്നറിയോ? നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ സ്കിന്നിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ചില വെയിൻസിനൊക്കെ നമുക്ക് കാണാം ബ്ലൂയിഷ് കളറിൽ. ആ കാണുന്ന വെയിൻസ് ചിലത് നമുക്ക് തൊടാനൊക്കെ പറ്റും അല്ലെ. ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമ്പം നഴ്സുമാരൊക്കെ വന്ന് പ്രിക്ക് ചെയ്തത് ആ ഒരു കാണുന്ന വെയിൻസിലാണ്. അതായത് സൂപ്പർഫിഷ്യൽ വെയിൻസ്. സ്കിന്നിന്റെ തൊട്ടടിയിൽ തന്നെ അവരെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പ്രിക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഒത്തിരി ഡീപ്പായിട്ട് നമ്മുടെ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ഡീപ്പായിട്ട് പോയിരിക്കുന്നതാണ് ഡീപ്പ് വെയിൻസ്. സിസ്റ്റമിക് വെയിൻസ് എന്താണെന്ന് മനസ്സിലായി, ഡീപ്പ് വെയിൻസ് എന്താണെന്ന് മനസ്സിലായി, സൂപ്പർഫിഷ്യൽ വെയിൻസ് എന്താണെന്ന് മനസ്സിലായി. 3 സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളഞ്ഞു. ബാക്കി ഒന്നേ ഉള്ളൂ, ദാറ്റ് ഇസ് വെരിക്കോസ് വെയിൻസ്. അപ്പൊ ആൻസർ എന്തായി? വെരിക്കോസ് വെയിൻ. ആൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ എൻ്റെ കാലുകളിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ കാലുകളിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. നീല കളറിൽ ഇങ്ങനെ ലൈക്ക് കുറച്ച് വെയിൻസ് നമ്മുടെ തൈസിന്റെ ഭാഗത്ത് സ്പെഷ്യലി ഇങ്ങനെ ബ്ലൂ കളറിൽ ഇങ്ങനെ ഫോം ചെയ്തേക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ആ ഫോം ചെയ്തേക്കുന്നത് ആക്ച്വലി എന്താണ്? വെരിക്കോസ് വെയിൻ ആണ്. മനസ്സിലായോ?
അത് ആ വെയിൻസിൽ വാൽവുകൾ ഉണ്ടെന്ന് പഠിച്ചിട്ടില്ലേ, അത് പ്രോപ്പറായിട്ട് അടയില്ല. അടയാതെ വരുമ്പം അവരിലുണ്ടാകുന്ന ആ ഒരു പ്രഷർ വേരിയേഷൻസ് ഒക്കെ കൊണ്ടിട്ടാണ് അതിങ്ങനെ നീലച്ച് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. പിടികിട്ടിയ? യെസ്. ഇനി അടുത്തത് ഇസ് ദ സയന്റിസ്റ്റ് ഹു എക്സ്പ്ലെയിൻഡ് അബൌട്ട് ബ്ലഡ് സർക്കുലേഷൻ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. ഞാൻ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഒരാളെ പറ്റി പറയാമെന്ന് പറഞ്ഞത്. ഏറ്റവും ആദ്യം ബ്ലഡ് സർക്കുലേഷനെ പറ്റി പറഞ്ഞു വെച്ച സയന്റിസ്റ്റ് ആരാണെന്നുള്ളതാണ് ചോദ്യം. ആന്റൺ വോൺ ല്യൂവൻഹോക്ക്, വില്യം ഹാർവി, ജോർജ് ഗ്രിഗർ മെൻഡൽ ആൻഡ് റൊണാൾഡ് റോസ്. ആന്റൺ വോൺ ല്യൂവൻഹോക്കിനെ അറിയില്ലേ? ആരാ? ഹീ ഈസ് ലൈക്ക് നമ്മുടെ മൈക്രോസ്കോപ്പ് ഒക്കെ ഏറ്റവും ആദ്യം യൂസ് ചെയ്ത് ആ ഒരു മൈക്രോബയോളജിയുടെ തുടക്ക സമയങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു ബയോളജിസ്റ്റ് ആണ് ആന്റൺ വോൺ ല്യൂവൻഹോക്ക് എന്ന് പറയുന്നത്, അല്ലേ? ആൻഡ് വില്യം ഹാർവി ആണ്. ഗ്രിഗർ മെന്റലിനെ നമുക്കറിയാലോ. ഞാൻ ഈ ജോർജ് മെന്റൽ എന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഗ്രിഗർ മെന്റലിനെ അറിയാലോ, ഫാദർ ഓഫ് ജെനറ്റിക്സ്, ഫാദർ ഓഫ് മൈക്രോബയോളജി ആണ് കേട്ടോ ആന്റൺ വോൺ ല്യൂവൻഹോക്ക്, ഓർക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാദർ ഓഫ് ജെനറ്റിക്സിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി, ഫാദർ ഓഫ് എന്താ നമ്മുടെ മൈക്രോബയോളജിയും കണ്ടുപിടിക്കാൻ പറ്റി. ഇനി റൊണാൾഡ് റോസും ഉണ്ട്, വില്യം ഹാർവി ഉണ്ട്. റൊണാൾഡ് റോസ് എന്ന് പറയുന്നുണ്ടല്ലോ, മലേറിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വെക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് മൊസ്കിറ്റോ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരാളാണ് റൊണാൾഡ് റോസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അല്ല. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത് ആരാ? വില്യം ഹാർവി ആണ്. ഫസ്റ്റ് ക്വസ്റ്റനിൽ ലാൻസ്റ്റീനറിന്റെ ഒപ്പം ഞാൻ വില്യം ഹാർവിനെയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ലാൻസ്റ്റീനർ കണ്ടുപിടിച്ചത് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണെങ്കിൽ ഇദ്ദേഹം കണ്ടുപിടിച്ചത് ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഇനീഷ്യൽ ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഇറ്റ് വാസ് വില്യം ഹാർവി എന്നുള്ളത് ഓർക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്രീസ്ഡ് RBCs ഇൻ ദ ബ്ലഡ് ലീഡ്സ് ടു. നമ്മുടെ ബോഡിയിൽ ഒരുപാട് RBC ആയി. RBC വേണോടാ? ഒരു 4-5 ലക്ഷത്തിൽ കൂടുതലൊക്കെ RBC നമ്മുടെ ബോഡിയിൽ വേണം. പക്ഷേ അതിലും മേലെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിസീസ് ആക്ച്വലി. അതൊരു കണ്ടീഷനാണ്. 4 ഓപ്ഷൻസ്: അനീമിയ, ഹീമോഫീലിയ, പോളിസൈത്തീമിയ, ലുക്കീമിയ. അനീമിയ എന്താ നിങ്ങൾക്ക് അറിയാം, അഗൈൻ സ്ട്രൈക്ക് ഓഫ് മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. അനീമിയ എന്താ? നമുക്ക് ബ്ലഡ് ഇല്ലാത്തൊരവസ്ഥ, ദാറ്റ് ഇസ് അനീമിയ, വിളർച്ച എന്നൊക്കെ പറയും. ഹീമോഫീലിയ എന്താ? നമ്മൾക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള പ്രോട്ടീൻസ് ഇല്ലാത്തതുകൊണ്ട് മൈനർ വൂൺസിൽ കൂടെ ബ്ലഡ് ഇങ്ങനെ ലൂസ് ചെയ്തു പോകുന്നൊരു അവസ്ഥ, ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് ഈ ഹീമോഫീലിയ എന്ന് പറയുന്നത്. ലുക്കീമിയ എന്താ? ബ്ലഡ് ക്യാൻസർ ആണ്. ലുക്കീമിയ ആണോ ഈ ഒരു അവസ്ഥ? അല്ല, ദാറ്റ് ഇസ് പോളിസൈത്തീമിയ. എടാ, ഇൻക്രീസ്ഡ് RBC, ദാറ്റ് മീൻസ് കുറെ RBC. പോളി എന്ന് വെച്ചാൽ കുറെ എന്നുള്ളൊരു മീനിങ് അല്ലേ? മെനി എന്നുള്ളൊരു വാക്കല്ലേ നമ്മളുടെ പോളിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ വിൽ ബി പോളിസൈത്തീമിയ കേട്ടോ. യെസ്. The next question is like, which of the following is the main difference in the structure of arteries and veins? ആർട്ടറീസിന്റെയും വെയിൻസിന്റെയും സ്ട്രക്ചറിൽ മെയിൻ ഡിഫറൻസ് ഇതിനകത്ത് എന്തിനാണെന്നുള്ളതാണ്. ഒരു ബേസിക് കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആർട്ടറീസ് ആൻഡ് വെയിൻസ്, ദാറ്റ് മീൻസ് ബ്ലഡ് വെസൽസിനകത്ത് 3 ലെയേഴ്സ് കാണാം. ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക എക്സ്റ്റേണ, ട്യൂണിക്ക ഇൻറ്റിമ അല്ലെങ്കിൽ ഇന്റേണ എന്ന് പറയും നമ്മളതിനെ. അപ്പോൾ എക്സ്റ്റേണ എന്ന് പറഞ്ഞാൽ ഔട്ടർ സൈഡിലുള്ളത്, ഇൻറ്റിമ അല്ലെങ്കിൽ ഇന്റേണ എന്ന് പറഞ്ഞാൽ അകത്തുള്ളത്, നടുവിലുള്ളത് ട്യൂണിക്ക മീഡിയ കേട്ടോ. ട്യൂണിക്ക മീഡിയ is made up of collagen fibers only in veins, first option. Second one is tunica externa is made up of endothelium in veins. Third one is like tunica intima is made up of smooth muscle in veins. നാലാമത്തത് tunica media is comparatively thin in veins. എന്താണ് ആൻസർ? നിങ്ങൾ ആ ക്രോസ് സെക്ഷനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ വെയിൻസിന്റെ ക്രോസ് സെക്ഷൻ ഒക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ട്യൂണിക്ക മീഡിയ റിലേറ്റഡ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ആൻഡ് ട്യൂണിക്ക മീഡിയ വെയിൻസിൽ വളരെ കുറവാണ്, തിന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് വെയിൻസേ തിൻ വോൾഡ് അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ട്യൂണിക്ക മീഡിയ ഇവിടെ തിന്നായിരിക്കും എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറക്റ്റ് മാച്ച്. WBC 5 to 5.5 million per millimeter cube of blood. Hemoglobin 12 to 16 gram. RBC 1,50,000 to 3,50,000 ആണ് കേട്ടോ അത്. ഓക്കെ, ആൻഡ് പ്ലേറ്റ്ലെറ്റ് ഇസ് 60,000, നോട്ട് 60,000, 6,000 to 8,000. ഇതിൽ ഏതാണ് കറക്റ്റ്? സിമ്പിൾ ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. WBC 5.5 million ഒന്നുമില്ല, അത്ര ഒന്നുമില്ല. ആൻഡ് ഈ പറഞ്ഞ പോലെ RBC ഇതിലും കുറച്ചും കൂടെ കൂടുതൽ വേണം, 1,50,000 പോരാ. അപ്പം RBC അല്ല, WBC അല്ല, പ്ലേറ്റ്ലെറ്റ്സും അല്ല. ആൻസർ വിൽ ബി ഹീമോഗ്ലോബിൻ 12 to 16. അതിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു 14 വരണം, 14 gram per 100 ml ഓഫ് ബ്ലഡ് വരണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 13 gram per 100 ml വരണം. പക്ഷെ എൻ്റെ അറിവിലുള്ള സ്ത്രീകൾക്ക് ആർക്കും 13 gram വരാറില്ല, 10 തന്നെ വന്ന ഭാഗ്യമാണ് അല്ലേ? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹീമോഗ്ലോബിൻ കൗണ്ട് പറയും. ഞാൻ ഒരിക്കൽ കുറച്ച് നാൾ മുന്നേ ചെക്ക് ചെയ്തപ്പം ഐ വാസ് ലൈക്ക് ബ്രിമ്മിൽ കേട്ടോ, 12 ഉണ്ടായിരുന്നു എൻ്റെ ഹീമോഗ്ലോബിൻ കൗണ്ട്. എന്നിട്ട് ഞാൻ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്ത് ഐ വാസ് ലൈക്ക് സൂപ്പർ ഹാപ്പി ആയിട്ട് ഞാൻ വീട്ടിൽ വന്നു.
അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്കൂളിൽ ഇതുപോലെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് NSSകാർ അറേഞ്ച് ചെയ്തപ്പോൾ ഞാൻ വേഗം പോയി അവിടെ കിടന്നു. ലൈക്ക് ഐ തിങ്ക് ലൈക്ക് 3 മാസം മുമ്പ് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തല്ലടാ. അപ്പം എനിക്ക് 12 ഗ്രാം ഉണ്ടായിരുന്നല്ലോ ഹീമോഗ്ലോബിൻ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഹീമോഗ്ലോബിൻ ഒന്നും ചെക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ടീച്ചറും അല്ലേ. അപ്പോൾ ഞാൻ അവിടെ പോയി കിടന്ന് അവർ കുത്താൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ എടുത്ത് ചോദിച്ചു ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 12 ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓടിക്കോ പോയി ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ചമ്മി. ഇറ്റ്സ് ലൈക്ക് 10 ആണ്. എൻ്റെ 10 ബ്രിമ്മിൽ നിൽക്കുന്നു. 10 gram/100 ml ആണ്. അവരെന്നെ ഓടിച്ചു വിട്ടു അവിടെ നിന്ന്. എന്നിട്ട് എൻ്റെ അടുത്ത് ഓരോരോ സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹീമോഗ്ലോബിൻ വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഇപ്പൊ എനിക്ക് കൂടിയൊന്നും അറിയത്തില്ല. ആ ഒരു ചമ്മലിന് ശേഷം പിന്നെ ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. നെക്സ്റ്റ് അടുത്ത ക്യാമ്പൊക്കെ സ്കൂളിൽ നടന്നു. പക്ഷെ എനിക്ക് എന്തോ ഒരു ഇതായിട്ട് ഞാൻ പോയില്ല. ഞാനിപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എന്താ പറയുക, ഡെയിലി ഞാനൊരു 3 dates ഒക്കെ വീതം കഴിക്കും. ഇടയ്ക്ക് ഞാൻ മറ്റേ കിവിയും അതുപോലെ പൊമഗ്രാനൈറ്റ് ഒക്കെ. എനിക്ക് പൊമഗ്രാനൈറ്റ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കിവിയൊക്കെ കഴിക്കും. നിങ്ങൾ അതുപോലെ ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ എന്നെപ്പോലെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്ലഡൊക്കെ സെറ്റാക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇതിപ്പോൾ ഈ ഒരു കേസ് മാത്രമല്ല, അല്ലാതെ നമ്മൾക്ക് ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടാവും കേട്ടോ. യെസ്, അപ്പോൾ സ്ത്രീകൾ അതൊന്ന് ഓർക്കുക. ഇനി അടുത്തത് ഈസ് ഓൾ ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഇൻക്രീസ് കാർഡിയക് ഔട്ട്പുട്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽ എക്സെപ്റ്റ്. 4 ഫാക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നവരാണ് എല്ലാവരും. ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആര്? കാറ്റക്കോലമൈൻസ്, സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ, എപ്പിനെഫ്രിൻ, അസിറ്റൈൽകൊളൈൻ. ഈസി ആൻസർ ആണ് അസിറ്റൈൽകൊളൈൻ. അസിറ്റൈൽകൊളൈൻ ഇസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ കാർഡിയാക് ഔട്ട്പുട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ ഇതിന് വലിയ റോളില്ല. അപ്പം അതുകൊണ്ട് ഈസി ആയിട്ട് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. പിടി കിട്ടിയോ? യെസ്. അപ്പോൾ ദിസ് വെയർ ദ 20 ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ ഹോപ്പ് ദറ്റ് കുറേയൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി ലാസ്റ്റൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഇത്തിരി ടഫായി വന്നു അല്ലേ. തുടക്കത്തിൽ അല്പം ഞാൻ ഈസി പീസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചു. എന്നിട്ട് ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് ഞാനൊരു അല്പം ടഫാക്കി. എനിവേ, എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയതൊക്കെ ഉള്ളത് എന്നോടൊന്ന് പറയുക. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു എൻജോയ്ഡ് ദ സെഷൻ. അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെ തന്നെ പുതിയൊരു ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാം. ശ്രമിക്കാം കേട്ടോ. സമയമുള്ളതുപോലെ മെസ്സേജ് ചെയ്യാം. ആൻഡ് അങ്ങനെ അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. ഇതിന് ഇടയ്ക്കും തലയ്ക്കും കേടാ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഓഫിന് പകരം PF എന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇറ്റ്സ് ലൈക്ക് ഞാൻ ഇങ്ങനെ രാത്രി ഇരുന്ന് ചെയ്തപ്പോൾ അറിയാതെ കാണാതെ പോയിട്ടുള്ള മിസ്റ്റേക്സ് ആണ്. അതൊന്ന് ബെയർ ചെയ്യാം കേട്ടോ. എനിവേ, ഓഫ് ആണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ലൈക്ക് അപ്രീഷ്യബിൾ ആണ്. ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. ഒരുപാട് പേരൊന്നും ഇടാം, എന്നാലും കുറച്ച് പേര് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളതിൽ അറിയുന്നതിൽ സന്തോഷം. അപ്പോൾ തുടർന്നും കാണുക. ആൻഡ് ഇതുപോലെ തന്നെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോവാം കേട്ടോ. യെസ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക് യൂഷ്വലി പറയുന്ന പോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എനി ഡൗട്ട്സ് ഇതുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ IDയും സോഷ്യൽ മീഡിയ IDs ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അൺടിൽ ദെൻ, ടാറ്റാ, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.